ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ നമുക്ക് കേട്ടാലോ. ഇപ്പോൾ ഓരോ എപ്പിസോഡ് നമ്മൾ വളരെ ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൂടെ വെക്കുക കേട്ടോ. അപ്പം നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോവാട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന്റെ മനസ്സിൽ നിന്നും ആ വലിയൊരു ഭാരം ബാലചന്ദ്രൻ ഇറക്കി വെക്കുകയാണ്. അത് ആർക്കാ കൊടുക്കണത്? പാവം നമ്മുടെ ഗോവർദ്ധന ഒരു പിടുത്തവും കിട്ടണില്ല. ഇത് വിശ്വസിക്കാനും പറ്റുന്നില്ല. വൈജയന്തിയുടെ മകളാണ് അലീനയോ. ഇത്രയും നാള് സ്വന്തം അമ്മയുടെ മുന്നിൽ നിന്നും ആട്ടും തുപ്പും ഒക്കെ കൊണ്ട് ആ കുട്ടി വൈജയന്തിയുടെ എന്റെ മകളാണെന്നോ. എന്റെ ബാലേട്ടനെ സമ്മതിക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടും അവളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒരു അച്ഛന്റെ എല്ലാ ഒരു സ്നേഹവും കൊടുത്ത് അവളെ ചേർത്ത് നിർത്തുന്ന ബാലേട്ടനെ സമ്മതിക്കണം. ബാലചന്ദ്രൻ ഇത് ഉൾക്കൊള്ളാനേ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇത്രയും ഒരു പ്രവൃത്തി, നീചമായ ഒരു പ്രവൃത്തി ചെയ്ത് ബാലേട്ടനെ വഞ്ചിച്ചിട്ടും അവര് ആ സത്യങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ബാലേട്ടന്റെ നേരെ ഫയർ ചെയ്തുകൊണ്ടിരുന്ന വൈജയന്തിനെ സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അവരെ ആ ഒരു സ്വഭാവ രീതിയിൽ ഒരിക്കലും ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരു ലേഡി, സ്ട്രെയിറ്റ് ആയിട്ടോ എല്ലാ കാര്യങ്ങൾക്കും സ്ട്രിക്ട്നെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ലേഡി എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ ഗോവർദ്ധനൻ ഈ നമ്മുടെ വൈജയന്തിക്ക് കൊടുത്തിരുന്നത്. അങ്ങനെ ഒരു ലേഡി, അങ്ങനെ ഒരു സ്ത്രീയുടെ ഉള്ളില് അവരുടെ പഴയകാല ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാർക്ക് വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോ അത് നമ്മുടെ ഗോവർദ്ധന് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രന്റെ അടുത്ത് ഗോവർദ്ധനെ ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഗോവർദ്ധൻ ഒരു വല്ലാത്ത ഒരു എന്താ പറയാ ഒരു മരവിപ്പായിരുന്നു ആ മനുഷ്യന്റെ മനസ്സിന്. കാരണം ബാലേട്ടനെ തന്നെ ഇങ്ങനെ നോക്കണം. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അല്ല ഗോവർദ്ധൻ, നീ എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല, ഞാൻ ബാലേട്ടനെ സമ്മതിച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ എനിക്ക് ബാലേട്ടന്റെ കാൽക്കൽ തൊട്ട് തൊഴാൻ തോന്നുക. കാരണം ബാലേട്ടനെ പോലൊരു വ്യക്തി ഈ ലോകത്ത് ഇനി ഞാൻ കണ്ടിട്ടില്ല ബാലേട്ട. കാരണം നിങ്ങൾ അത്രയ്ക്ക് വലിയൊരു മനുഷ്യനാണ്. കാരണം സ്വന്തം ഭാര്യയുടെ 23 വർഷം മുന്നേ നടന്ന ആ അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ സ്വന്തം മകളുടെ സ്ഥാനം കൊടുത്ത് സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്നത് ഓർത്തിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വല്ലാത്തൊരു ഇത് ബാലേട്ടനെ കുറിച്ച് എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ നമ്മുടെ ഗോവർദ്ധനം പറയണ്. നീ എന്താടാ പറയണത്? ഈ 22 വർഷം വെറും പട്ടിയെ പോലെ ഒരു ചണ്ടി വലിച്ചെറിയണ നീ കണ്ടിട്ടില്ലേ? ഈ ഓടകളിലൊക്കെ നുളഞ്ഞു പോകുന്ന പുഴു, ആ ഒരു വില പോലും എനിക്ക് ഈ കൈതക്കൽ മാളിക വീട്ടിൽ അവർ എനിക്ക് തന്നിട്ടില്ല. വെറും ഒരു കളയണ ചണ്ടിയുടെ സ്ഥാനാ എനിക്ക് അവർ തന്നിക്കുന്നത് എന്നൊക്കെ ബാലചന്ദ്രൻ പറയണ. ഇല്ല ബാലേട്ടൻ അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം ബാലേട്ടനെ പോലെ ഒരു നല്ലൊരു വ്യക്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങളെ ഞാൻ അത്രയ്ക്ക് എൻ്റെ മനസ്സിൽ റെസ്പെക്ട് ചെയ്യണം ബാലേട്ട എന്ന് പറഞ്ഞു. എന്നിങ്ങനെ കേട്ടോണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എത്രയും നാളും ബാലചന്ദ്രന്റെ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഒരു സ്വഭാവമേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഇനി ഈ ബാലചന്ദ്രൻ ആരാണെന്ന് വൈജയന്തി അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ നമ്മുടെ ഗോവർദ്ധനോട് പറയണ. അല്ല ബാലേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് വൈജയന്തിക്ക് അലീന ആ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം ആ വീട്ടിൽ കാല് കുത്തില്ല എന്നാണ് വൈജയന്തിയുടെ നിലപാട്. അങ്ങനെ നമ്മുടെ അലീന ആ വീട് വിട്ട് ഇറങ്ങുകയാണെങ്കിൽ നിനക്കറിയാവോ, എൻ്റെ മക്കളെ ഒരമ്മ അല്ലെങ്കിൽ ഒരു സ്വന്തം ജ്യേഷ്ഠത്തെ നോക്കുന്ന പോലെ ഒരു അമ്മക്കിളി നോക്കുന്ന പോലെ ചിറകിനടിയിൽ വെച്ച് എൻ്റെ 3 മക്കളെ അവള് നോക്കുന്നത്. അവള് പരിപാലിച്ച് ഇന്ന് എൻ്റെ മക്കളെ നല്ലൊരു മനസ്സിനുടമയാക്കി കൊണ്ടുവന്നത് എൻ്റെ അലീന മോള. നിനക്കറിയോ ഗോവർദ്ധ എന്ന് പറയാം. എനിക്കറിയാം ബാലേട്ട, എനിക്കറിയാം. പക്ഷേ നമ്മുടെ രോഹിത്ത് എന്നിട്ട് ഗോവർദ്ധനം പറയുന്നുണ്ട്, അലീനയ്ക്ക് അറിയാം അലീനയുടെ കൂടപ്പിറപ്പാണ് രോഹിത്തും ബബിതയും കൃഷ്ണമോളും എന്നുള്ളത് അറിയാം. സ്വന്തം അമ്മയുടെ മുന്നിലാണ് താൻ നിൽക്കുന്നതെന്നും ആ അമ്മയുടെ വാത്സല്യത്തിന് വേണ്ടിയിട്ടാണ് താൻ ഇത്രയും വർഷം കാത്തിരുന്ന് തൻ്റെ അമ്മയെ കാണാനായിട്ട് ഓടിയെത്തിയത്. പക്ഷെ അവളുടെ ജീവിതത്തിൽ അവൾക്ക് കിട്ടിയതോ നേരെ തിരിച്ച്. സ്വന്തം സഹോദരനിൽ നിന്ന് പോലും അവൾക്ക് കിട്ടിയത് വേറൊരു
വേറൊരു രീതിയാണ്. ഒരു പക്ഷെ അലീനയ്ക്ക് അന്ന് രോഹിത്ത് ചെയ്ത ആ ഒരു പ്രവൃത്തി, ഹരിയും രോഹിത്തും കൂടെ ചെയ്ത പ്രവൃത്തി അലീനയ്ക്ക് വേണമെങ്കിൽ കേസാക്കിയൊക്കെ എടുക്കായിരുന്നു. പക്ഷെ എങ്ങനെ അവന് സാധിച്ചു? അപ്പോ അതൊന്നും പോകാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. കാരണം അവൾക്കറിയാം അവളുടെ കൂടപ്പിറപ്പാണ് രോഹിത്, അവളത് ക്ഷമിച്ചു. അത് അത്രയ്ക്ക് മനസ്സുള്ളവളാണ് എൻ്റെ അലീന എന്ന് പറയുന്നുണ്ട്. എനിക്കൊരിക്കലും അലീന ആ വീട് വിട്ട് പോകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഗോവർദ്ധന എന്ന് പറയാം. പക്ഷെ ഗോവർദ്ധനം പറയും, പിന്നെ എന്ത് ചെയ്യും ബാലേട്ട, നമ്മൾ ഇതിന് എന്താ ഒരു പോം വഴി കണ്ടെത്തുക? അല്ല, ഇതിന് പോം വഴിക്കാണല്ലോ നമ്മളിപ്പോ സ്റ്റാൻലിയെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. അപ്പൊ ഗോവർദ്ധനം ചോദിക്കും, അല്ല ബാലേട്ട, അലീന അവിടെ നിൽക്കുമോ? സ്റ്റാൻലി ആ ഒരു സാഹചര്യത്തിൽ അവൾക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതാണ് അലീന, അവള് നിൽക്കും, അവൾക്ക് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ട് പോവാനുള്ള ഒരു കഴിവുള്ളവളാണ് എൻ്റെ മോള്. നിനക്കറിയോ അത് എന്നൊക്കെ പറയൂട്ടോ. അപ്പൊ ഗോവർദ്ധന് വല്ലാത്തൊരു ഇതാണ്. കാരണം അലീനയുടെ പഴയ കാര്യങ്ങളും അലീന പെരുമാറണതും ഒക്കെ ഇങ്ങനെ ഗോവർദ്ധന്റെ മനസ്സിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഗോവർദ്ധനും. അങ്ങനെ അവര് സംസാരിച്ച് വരെയാണ്. അപ്പം അലീന അതിൻ്റെ ഇടയിൽ വിളിക്കുന്നുണ്ട്, അച്ഛ ഇനി എപ്പോഴാ വരിക, അവിടെ നിന്ന് ഇറങ്ങിയോ? മോളെ, ഞങ്ങൾ മിക്കവാറും രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് രാവിലത്തേക്ക് എത്താൻ പാകത്തിനെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അല്ല, പോയ കാര്യങ്ങളൊക്കെ എന്തായെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വന്നിട്ട് പറയാം മോളെ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ വെക്കാണ് കേട്ടോ. അപ്പം ഗോവർദ്ധനെ ചോദിക്കുന്നുണ്ട്, ആരാ ബാലേട്ട വിളിച്ച, അലീനയാണോ? പിന്നെ അല്ലാണ്ട് ആരാ വിളിക്കുക? ഞാൻ പോയാലും വന്നാലും നിനക്കറിയാവോ, എനിക്ക് അന്ന് അറ്റാക്ക് വന്ന് ഈ കാര്യം ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് ഞാൻ ഒന്ന് ആലോചിച്ചവനാണ്. പക്ഷെ അതിനു മുന്നേ എനിക്ക് എൻ്റെ ചങ്ക് പൊട്ടി ഞാൻ വീണുപോയി. എന്നെ താങ്ങിയെടുത്ത് എനിക്കൊരു പുതിയ ജീവിതം തന്നത് എൻ്റെ അലീന മോളാണ്. ഞാൻ എത്ര ജന്മം കടപ്പെട്ടിരുന്നാലും അവളോടുള്ള കടം വീട്ടാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ മക്കളുടെ ജീവിതം, എൻ്റെ രോഹിത്തിനെ ഇന്നൊരു മനുഷ്യനാക്കി, എല്ലാ തെറ്റുകളിൽ നിന്നും അവനെ നന്മയുള്ളൊരു മനുഷ്യനാക്കി എടുത്തത് എൻ്റെ അലീന മോളാണ്. നിനക്കറിയോ ഗോവർദ്ധന എന്നിങ്ങനെ ഓരോന്നും ബാലചന്ദ്രനെ ഓർത്ത് ഗോവർദ്ധനോട് പറയാണ് കേട്ടോ. അപ്പം ബാലചന്ദ്രൻ എന്നിട്ട് ഗോവർദ്ധനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഇനി അലീന ആ നെടുമ്പുരയ്ക്കൽ വീട് വിട്ട് ഇറങ്ങുന്ന ആ സമയം വൈജയന്തി ഈ സത്യങ്ങളൊക്കെ അറിയും. അപ്പൊ ഗോവർദ്ധനൻ ചോദിച്ചു, അല്ല ബാലേട്ട, അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാല് വൈജയന്തി ചേച്ചി അതെങ്ങനെ അവര് ഉൾക്കൊള്ളും എന്നുള്ളത് അവർ ചോദിക്കുന്നത്. അവൾ എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി കൈതക്കൽ മാളിക വീട്ടിന്റെ അവസാനമാണ്, ഇനി അവസാനം ഈ ബാലചന്ദ്രൻ ഒരു മനുഷ്യനായി, ഒരു ആണായി ഞാൻ ഇനിയെങ്കിലും ഒന്ന് നെളിഞ്ഞു നിൽക്കട്ടെടാ ഗോവർദ്ധന എന്നൊക്കെ പറയണം കേട്ടോ. അപ്പം ഗോവർദ്ധന് ആ ബാലചന്ദ്രന്റെ വാക്കുകളുടെ പവർ അത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാവാൻ കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് നേരെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗോവർദ്ധന് ആ തലയ്ക്ക് എന്ന് വെച്ചാൽ ഈ കേട്ട ഒരു ഹാങ് ഇതുവരെ മാറുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ സത്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ ഗോവർദ്ധന്റെ മനസ്സിന് പറ്റുന്നില്ല, മനസ്സിനെ പാകപ്പെടുത്തിയിട്ടും പറ്റുന്നില്ല. എന്നിട്ട് ഗോവർദ്ധനം മനസ്സിൽ ആലോചിക്കണം, ബാലേട്ടൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ആ മനുഷ്യൻ. ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ ചങ്ക് പൊട്ടിക്കാണില്ലേ, ആ മനുഷ്യന്റെ ജീവിതം തിരിച്ച് ഇങ്ങനെ ആക്കി വന്നത് തന്നെ എന്തോ ഭാഗ്യം എന്നുള്ള രീതിയിലൊക്കെ ഗോവർദ്ധൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാനായിട്ടോ. അപ്പൊ ഇതേ സമയം നമ്മുടെ ബബിതയും കൃഷ്ണമോളും രോഹിതൊക്കെ അച്ഛൻ എപ്പോഴാ വരിക? അപ്പം അലീന പറഞ്ഞു, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കിടക്കുക, അച്ഛൻ എന്തായാലും രാവിലെ എത്താൻ വഴിയുള്ളൂ. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, ഇല്ല, അച്ഛൻ വരും രാത്രി. അലീന ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, പണ്ട് ഇതുപോലെ അച്ഛൻ 3 ദിവസം പോയിട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയ പുകിലും കാര്യങ്ങളൊക്കെ? എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ ബബിതയെ പറഞ്ഞു, ഇത് അങ്ങനത്തെ അല്ല, ഇതിപ്പോ നമ്മുടെ ഗോവർദ്ധനങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നുമില്ല, എന്നാൽ ആ ഒരു കാര്യം ഓർത്തതാണ് അലീന ചേച്ചി. അഥവാ അച്ഛൻ പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണേന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണമോളും ബബിതയും കിടക്കണത്. അതുപോലെ തന്നെ നമ്മുടെ രോഹിതം, അച്ഛൻ വന്നാ ഒന്ന് വിളിച്ചേക്കണേ, രാത്രിയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വിളിക്കണേ അലീന ചേച്ചി എന്ന് പറഞ്ഞിട്ട് രോഹിതും പോയി കിടക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ അലീന പല പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നതും മുത്തശ്ശിയെ നോക്കാനായിട്ട് വരുന്നതും പിന്നെ അമ്മയെ ആദ്യമായിട്ട് വൈജയന്തിനെ ആദ്യമായിട്ട് കാണുന്നതും പിന്നെ സഹോദരങ്ങളെ, അച്ഛനെ, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അലീന ഇങ്ങനെ ഓർത്ത് കിടക്കുകയായിരുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ മനുശങ്കർ വിളിക്കുന്നുണ്ട്. അപ്പൊ മനുശങ്കർ വിളിച്ചിട്ട്, എന്തായി, ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പൊ നമ്മളെയൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയല്ല മനുവായിട്ടെന്ന് നമ്മുടെ അലീന പറയാണ്. ഞങ്ങൾ അതുകൊണ്ടല്ല, പെട്ടെന്ന് തീരുമാനിച്ച ഒരു കേസായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ മനുവേട്ടന്റെ ജോലിയും കളഞ്ഞിട്ട് ഞങ്ങളെ കൂടെ 2-3 ദിവസം വന്ന് നിൽക്കാനും ബുദ്ധിമുട്ടായിരിക്കില്ലേ,
അതുകൊണ്ടാട്ടോ. ഇനിയിപ്പോ സാരമില്ല, എന്തായാലും നിങ്ങൾ അടിച്ചു പൊളിച്ചല്ലോ നമ്മളെ കളഞ്ഞിട്ടാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അങ്കിൾ എന്നാ വരുന്നതെന്ന് മനു ചോദിക്കണം. അപ്പൊ അലീന പറഞ്ഞു മിക്കവാറും വെളുപ്പിന് എത്തുമായിരിക്കും, രാത്രി ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാണ്ട് റൂം എടുത്ത് കിടന്നിട്ടേ വരുള്ളൂ എന്നാ പറഞ്ഞ മനുവേട്ടാന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് മനുശങ്കറും ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ റൂമിൽ എത്തിക്കഴിഞ്ഞിട്ട് ബാലചന്ദ്രനും ഗോവർദ്ധനും റെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് അവര് വണ്ടി എടുത്തോണ്ട് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ അലീനയാണെങ്കിൽ കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, രോഹിത്തിന് മാത്രം പോകണ്ട. അപ്പം പെട്ടെന്ന് ലഞ്ച് തയ്യാറാക്കുന്നുണ്ട്, പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ ഇടയിൽ ബബിതയും കൃഷ്ണമോളൊക്കെ ഓരോന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്. അപ്പം ബബിത പറയുന്നുണ്ട് അലീന ചേച്ചി ഞാൻ തുണി വിരിച്ചോളാം. അപ്പൊ രോഹിത് പറയണ് എടി നീ പൊക്കോ, ഞാൻ വിരിച്ചോളാം, ഞാൻ എന്തായാലും ഇവിടെ വെറുതെ ഇരിക്കല്ലേ. അപ്പോഴേക്കും നമ്മുടെ ബബിത പറഞ്ഞു പിന്നെ അതെ എന്റെ ജോലികളൊക്കെ എനിക്ക് ചെയ്യാൻ അറിയാം. ബബിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആരും പണികളൊന്നും അങ്ങോട്ട് ഏൽപ്പിക്കേണ്ടത് ബബിതയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പോകാനുള്ള കാര്യങ്ങൾ. അപ്പൊ കൃഷ്ണമോള് അലീന ചേച്ചി ഞാൻ എന്തെങ്കിലും കിച്ചണിൽ ചെയ്യണോ, എന്റെ പൊന്നു മോളെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം പോവാൻ നോക്കുന്ന പറയാണ് കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഹോൺ കേൾക്കുന്നത്. അപ്പൊ അലീന ഓടി ചെല്ലുമ്പോ ആരാണ്, നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും വരെയാണ്. അങ്ങനെ വന്ന് അവനെ ഓടി ചെന്നു. അപ്പൊ അച്ഛൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കുന്നു. അപ്പൊ ഗോവർദ്ധനൻ നമ്മുടെ അലീനയെ കണ്ടിട്ട് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അലീന ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ, പോയ കാര്യമൊക്കെ ശരിയായോ, ഗോവർദ്ധനെങ്കിലെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചായ കുടിച്ചിട്ട് പോവാട്ടോ, ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോയാൽ മതി. അപ്പോഴും ഗോവർദ്ധനൻ ഇങ്ങനെ ഒരു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിന്ന് നമ്മുടെ അലീനെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അലീന തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു അല്ല എന്തു പറ്റി, എന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണല്ലോ ഗോവർദ്ധനങ്ങൾ നോക്കണത്. ഒന്നുമില്ല മോളെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇല്ല മോളെ ഞാൻ പോവാ, വീട്ടിൽ പോയിട്ട് കഴിക്കാം. ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഗോവർദ്ധനെങ്കിലെ കഴിച്ചിട്ട് പോവാം. അങ്ങനെ നിർബന്ധിച്ച് അലീന നമ്മുടെ ഗോവർദ്ധന് ഫുഡൊക്കെ കൊടുക്കാനുണ്ടോ. അപ്പൊ ബാലേന്ദ്രൻ പറഞ്ഞു ബാലേന്ദ്രനോട് അലീന ചോദിച്ചു അച്ഛൻ എന്താ വേണ്ടേ. അപ്പൊ പറഞ്ഞു നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ മോള് മേളിൽ കൊണ്ടുവരാൻ പറയാം. അങ്ങനെ ബാലേന്ദ്രൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരെയാണ് കേട്ടോ. അപ്പോഴേക്കും അലീന ചായ കൊണ്ടുവന്ന് മേളിൽ കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഗോവർദ്ധന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഗോവർദ്ധൻ അത് കഴിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് അതെ പോയ കാര്യമൊക്കെ എന്തായി, എല്ലാം ഓക്കെ ആയോ, എനിക്ക് നിൽക്കാൻ പറ്റിയ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധനും ചോദിച്ചു അതൊക്കെ നിനക്കറിയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ കാര്യത്തിനാണ് അച്ഛൻ പോയിക്കണേതെന്നുള്ളത് ഒക്കെ എനിക്കറിയാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, അച്ഛൻ പറയും, നിന്റെ അച്ഛൻ പറയൂന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശരി മോളെ ഞാൻ എന്നെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് ഗോവർദ്ധനെ ഇറങ്ങുകയാണ്. അപ്പൊ അലീന മേളിൽ ചെന്നപ്പോഴേക്കും ബാലേന്ദ്രൻ ഫ്രഷ് ആയി നിൽക്കുകയാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം, നിങ്ങളുടെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അലീന പറഞ്ഞു അടിപൊളിയായിരുന്നു വെച്ചാൽ അവര് മൂന്നുപേരും ഹാപ്പി ആയിരുന്നു, അതല്ലായിരുന്നു എന്റെ സന്തോഷം, എല്ലാം ഓക്കെ, രേവതിക്കുട്ടി അവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അലീന പിന്നെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല മോളെ നീ എന്താ എന്നോട് ഒന്നും ചോദിക്കാത്ത, അച്ഛൻ പോയ കാര്യമൊക്കെ എന്തായി, കാണേണ്ടവരെയൊക്കെ കണ്ടോ എന്നൊക്കെ. അപ്പൊ അലീന പറഞ്ഞു അതെ എന്റെ ആവശ്യത്തിനാണ് അച്ഛൻ പോയത് എന്നുള്ളതൊക്കെ എനിക്കറിയാം, എന്തായാലും പോയ കാര്യം എന്താ അയച്ചാന്ന് ചോദിക്കുകയാണ്. നീ ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എന്നോട് ചോദിക്കാൻ ഒരു മടി. അപ്പൊ അലീന പറഞ്ഞു അതെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് എന്നുള്ള ഒരു ഇത് ഗോവർദ്ധൻ അങ്കിളുടെ മുന്നിൽ വരുത്തണ്ടേ, അതിനു വേണ്ടിയിട്ട് ചുമ്മാ ഞാൻ നമ്പർ ഇട്ടല്ലേ എന്ന്. നീ നിൽക്കാൻ പഠിച്ച ആള് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. എൻ്റെ അലീന ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ജോലി ശരിയാക്കി വെച്ചാന്ന് ചോദിക്കുകയാണ് എനിക്ക് നിൽക്കാനായിട്ടുള്ള. ബാലചന്ദ്രൻ ഒരു വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് അലീനയുടെ മുഖത്ത് ആ സമയത്ത് നോക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ അലീനയെ പറഞ്ഞു വിടുക എന്നുള്ളത് ബാലചന്ദ്രനെ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ തൻ്റെ സാഹചര്യം, പക്ഷെ അത് വൈജയന്തിയുടെ അവസാനത്തിന് വേണ്ടിയിട്ടുള്ള രീതിയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എന്തായാലും ബാലചന്ദ്രൻ അലീന ഈ വീട് വിട്ട് ഇറങ്ങും എന്നുണ്ടെങ്കിൽ അത് വൈജയന്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു കുഴിയിലോട്ട് ചാടുന്ന അവസ്ഥ, വൈജയന്തിയുടെ ജീവിതം അവിടെ കൊണ്ട് തീരുന്ന അവസ്ഥയിലോട്ടാണ് എത്തുന്നത്. പക്ഷെ ആ സത്യങ്ങളൊന്നും വൈജയന്തിക്ക് അറിയില്ല, അതുകൊണ്ടാണ് വൈജയന്തി ഈ രീതിയിലൊക്കെ പെരുമാറുന്നത്. ഇനി സത്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് വൈജയന്തിയുടെ ജീവിതം ഏത് രീതിയിലൊക്കെ ആകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഏകദേശം ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ 6 മണിക്ക് സാന്ത്വനം 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സീരിയലും എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. താങ്ക്